അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ ഇഹ്തദാ ബിഹുദാഹു വസാറ അലാ നഹ്ജിഹി വതമസ്സകു ബിസുന്നതിഹി ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയുടെ 104-ാമത്തെ ആയത്തിൻ്റെ അർത്ഥവും ഈ ആയത്തിൻ്റെ താല്പര്യവും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തു. ഇന്ന് ഈ ആയത്തിൻ്റെ രണ്ടാമത്തെ ഈ ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ച പോലെ അല്പം കൂടി വിശദമായി ഈ ആയത്തിൽ പറഞ്ഞ കാര്യങ്ങൾ, അത് തഫ്സീർ പണ്ഡിതന്മാർ ചർച്ച ചെയ്ത കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സഹോദരങ്ങളെ, ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂലൂ റാഇന, വിശ്വസിച്ചവരെ നിങ്ങൾ റാഇന എന്ന് പറയരുത്, വഖൂലു ഉൻദുർന വസ്മഉ, നിങ്ങൾ ഉൻദുർന എന്ന് പറയുകയും കേൾക്കുകയും ചെയ്യുവിൻ. ഇവിടെ യഹൂദികൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വല്ലതും പറയുമ്പോൾ ദ്വയാർത്ഥമുള്ള റാഇന എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് വിഡ്ഢി എന്ന അർത്ഥത്തിൽ അവരുടെ ഉള്ളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിച്ചുകൊണ്ട് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബോധന ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ റാഇന എന്ന് പറയരുത്. അതിൻ്റെ അർത്ഥം ഞങ്ങളെ ഒന്ന് കേൾക്കണേ എന്ന അർത്ഥത്തിലാണെങ്കിലും നല്ല ഉദ്ദേശത്തിലാണെങ്കിലും സത്യവിശ്വാസികളെ നിങ്ങൾ റാഇന എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയരുത്. പകരം നിങ്ങൾ ഉൻദുർന എന്ന് പറയുക. കാരണം അത് ഒരു ദ്വയാർത്ഥമുള്ള ഒരു പദമല്ല. നല്ല ഉദ്ദേശത്തോടു കൂടി സത്യവിശ്വാസികൾ റാഇന എന്ന് പറയുന്നതിൻ്റെ അതേ ആശയം തന്നെയാണ്, അതേ അർത്ഥം തന്നെയാണ് ഉൻദുർന എന്ന പദത്തിനുള്ളത് എന്ന കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളെ ഓർമ്മപ്പെടുത്തുകയാണ്. വാസ്തവത്തിൽ സഹോദരങ്ങളെ, യഹൂദികളെ സംബന്ധിച്ചിടത്തോളം അവർ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി കൽപ്പിച്ചുകൂട്ടി സന്മാർഗം കൈവിടഞ്ഞ ആളുകളാണ്. അറിഞ്ഞുകൊണ്ട് തന്നെ ദുർമാർഗം സ്വീകരിച്ച ആളുകളാണ് ഈ യഹൂദികൾ. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സത്യവിശ്വാസികളോടും കഠിനമായ ശത്രുത വെച്ച് പുലർത്തുന്ന ആളുകളാണ് വാസ്തവത്തിൽ ഈ യഹൂദികളായ ആളുകൾ. സത്യവിശ്വാസികളായ മുസ്ലിം സഹോദരങ്ങളെ വഴിപിഴപ്പിക്കുന്നതിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു പ്രകൃതമാണ് ഈ യഹൂദികൾ സ്വീകരിച്ചിട്ടുള്ളത്. അവരുടെ ദുഷിച്ച ഹൃദയത്തിലുള്ള ഈ ഒരു ചിന്താഗതി നല്ലവണ്ണം അറിയുന്നവനാണ് സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ടാണ് അല്ലാഹു ഈ യഹൂദികളുടെ മനസ്സിലുള്ളത് തുറന്നു കാണിച്ചുകൊണ്ട് അവരുടെ നിലവാരമില്ലാത്ത ദുഷിച്ച സ്വഭാവങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് അവരെക്കുറിച്ച് സൂറത്തു നിസായിലെ 44 മുതൽ 46 വരെയുള്ള ആയത്തുകളിൽ വളരെ വിശദമായിക്കൊണ്ട് അവരെക്കുറിച്ച് പറഞ്ഞത്, അലം തറ ഇലല്ലദീന ഊതു നസീബൻ മിനൽ കിതാബി യശ്തറൂന ളലാല വയുരീദൂന അൻ തളില്ലു സബീൽ, വേദഗ്രന്ഥത്തിൽ നിന്ന് ഒരു വിഹിതം നൽകപ്പെട്ടവരെ നീ കണ്ടില്ലേ? അവർ ദുർമാർഗം വിലക്ക് വാങ്ങുകയും നിങ്ങൾ വഴിതെറ്റി പോകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. വല്ലാഹു അഅലമു ബിഅദാഹികും, വല്ലാഹു അഅലമു ബിഅദാഹികും, അല്ലാഹു നിങ്ങളുടെ ശത്രുക്കളെ പറ്റി നന്നായി അറിയുന്നവനാകുന്നു. വകഫാ ബില്ലാഹി വലിയ്യം വകഫാ ബില്ലാഹി നസീറ, നിങ്ങൾക്ക് രക്ഷകനായി അല്ലാഹു മതി, സഹായിയായും അല്ലാഹു തന്നെ മതി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. എന്നിട്ട് അല്ലാഹു ഈ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവരെ കുറിച്ച് പറയുന്നത് എന്താ? തുടർന്ന് പറയുകയാണ്, മിനല്ലദീന ഹാദു, യഹൂദരിൽപ്പെട്ടവരാണ് അവർ. ആ ശത്രുക്കൾ അവർ ചെയ്യുന്ന പണി എന്താ? യുഹരിഫൂനൽ കലിമ അൻ മവാദിഇഹി, വാക്കുകളെ അവർ സ്ഥാനം തെറ്റിച്ച് പ്രയോഗിക്കുന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അവർ തങ്ങളുടെ നാവുകൾ വളച്ചൊടിച്ചുകൊണ്ടും മതത്തെ കുത്തിപ്പറഞ്ഞുകൊണ്ടും സമിഅനാ വഅസൈന എന്നും ഇസ്മഅ എന്നും റാഇന എന്നും അവർ പറയുന്നു എന്നാണ്. അതായത് അവർ വാക്കുകളെ യഥാർത്ഥ ഉദ്ദേശത്തിൽ നിന്ന് തെറ്റിച്ചുകൊണ്ട് അവരുടെ താല്പര്യങ്ങൾക്ക് യോജിക്കുന്ന രൂപത്തിൽ അവർ സ്വഹാബികൾക്കിടയിൽ പ്രവർത്തിക്കുകയാണ് ചെയ്തത്. സഹോദരങ്ങളെ, ഞങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പറയേണ്ടിടത്ത് അവർ പറയുന്നത് സമിഅനാ വഅസൈന എന്നാണ്. ഞങ്ങൾ കേൾക്കുകയും അനുസരണക്കേട് കാണിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന്. ഇതുപോലെ ദ്വയാർത്ഥങ്ങൾ വരുന്ന രൂപത്തിൽ ഇസ്മഅ എന്നും അതുപോലെ റാഇന എന്നുമൊക്കെയാണ് പ്രവാചക
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ യഹൂദികൾ അവരുടെ കളങ്കം നിറഞ്ഞ രൂപത്തിൽ അവർ സംസാരിക്കാറുള്ളത്. അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു നിസായിലെ 46-ാമത്തെ ആയത്തിൽ തുടർന്ന് പറയുകയാണ്, വലൗ അന്നഹും ഖാലു സമിഅനാ വഅതഅനാ വസ്മഅ വൻദുർനാ ലകാന ഖൈറൻ ലഹും വഅഖ്വം. സമിഅന വഅതഅന എന്നും ഇസ്മഅ അഥവാ കേൾക്കണേ എന്നും ഉൻദുർന ഞങ്ങളെ ഗൗനിക്കണേ എന്നും അവർ പറഞ്ഞിരുന്നെങ്കിൽ അതവർക്ക് കൂടുതൽ ഉത്തമവും വക്രതയില്ലാത്തതുമാകുമായിരുന്നു. വലാകിൻ ലഅനഹുമുല്ലാഹു ബിഖുഫ്രിഹിം, പക്ഷേ അള്ളാഹു അവരുടെ നിഷേധം കാരണമായി അവരെ ശപിച്ചിരിക്കുകയാണ്. ഫലാ യുഅ്മിനൂന ഇല്ലാ ഖലീലാ, അതിനാൽ അവർ വിശ്വസിക്കുകയില്ല ചുരുക്കം ചിലരല്ലാതെ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഈ ആയത്തിലൂടെ പറയുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, സൂറത്തുൻ നിസായിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കിയതുപോലെ യഹൂദികളുടെ സ്വഭാവം അത് വളരെ ദുഷിച്ചുപോയ കപടതയുള്ള സ്വഭാവമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, യഹൂദികളുടെ ഒരു സ്വഭാവം ഈ ആയത്ത് ചർച്ച ചെയ്യുമ്പോൾ, നമ്മൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സൂറത്തുൽ ബഖറയുടെ ഈ ആയത്ത് ചർച്ച ചെയ്യുമ്പോൾ ഇബ്നു കസീർ റഹിമഹുള്ളയെ പോലെയുള്ള മുഫസ്സിറുകൾ ഉദ്ധരിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. ഈ യഹൂദികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു കഴിഞ്ഞാൽ ഒരു അഭിവാദ്യം എന്ന നിലക്ക് മുസ്ലിമുകൾ ഉപയോഗിക്കാറുള്ളത് പോലെ അവരും പറയും. പക്ഷേ യഥാർത്ഥ വാക്കിൽ നിന്നും അർത്ഥത്തിൽ നിന്നുമൊക്കെ തെറ്റിച്ചുകൊണ്ടാണ് അവർ ആ വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാറുള്ളത്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നാൽ അവർ പറയും അസ്സലാമു അലൈക്കും എന്ന്, അതായത് താങ്കൾക്ക് മരണമുണ്ടാകട്ടെ എന്നാണ് ഈ പദങ്ങളുടെ അർത്ഥം. വാസ്തവത്തിൽ ഇസ്ലാം പഠിപ്പിച്ച അഭിവാദ്യം അത് അസ്സലാമു അലൈക്കും എന്നതാണ്. താങ്കൾക്ക് അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന അതിമഹത്തായ പ്രാർത്ഥനയാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന അഭിവാദ്യം. ഈ അഭിവാദ്യത്തോട് സാമ്യമുള്ള രൂപത്തിൽ ഹൃദയത്തിനകത്ത് പരിഹാസവും ദേഷ്യവും ഒക്കെ ഒതുക്കി പിടിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ യഹൂദികൾ അസ്സലാമു അലൈക്കും എന്ന് ഈ ജൂതഹൃദയങ്ങൾ പറയാറുണ്ടായിരുന്നു. അത് കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു വ തആല തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാമിനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും പരിഹസിച്ചുകൊണ്ട് സ്വയം തൃപ്തി അടയാൻ ശ്രമിക്കുന്ന ഈ യഹൂദികൾ, ഇത്തരത്തിലുള്ള ആളുകൾ അത് സത്യനിഷേധത്തിന്റെയും കുഫറിന്റെയും ഒക്കെ നിലപാട് സ്വീകരിച്ചത് കൊണ്ടാണ് സഹോദരങ്ങളെ ഈ രൂപത്തിൽ അവർ അങ്ങനെ ഒരു പരിഹാസ രൂപത്തിലൊക്കെ പെരുമാറുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് താക്കീത് ചെയ്തുകൊണ്ട് ഈ ആയത്തിന്റെ അവസാനത്തിൽ പറഞ്ഞത് വലിൽ കാഫിരീന അദാബുൻ അലീം, അവിശ്വാസികൾക്ക് വേദനയേറിയ ശിക്ഷയുണ്ടായിരിക്കുന്നതാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഇസ്ലാമിനെയും പരിഹസിക്കുന്നത് കൊണ്ടാണ് അവിശ്വാസം സ്വീകരിച്ച ഈ ആളുകൾക്ക് നാളെ പരലോകത്ത് വേദനയേറിയ ശിക്ഷയുണ്ടായിരിക്കുവാൻ കാരണമായത് എന്ന് തഫ്സീർ പണ്ഡിതന്മാർ ഇവിടെ വിശദീകരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ആയത്തിന്റെ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണ്ഡിതന്മാർ പ്രധാനമായും ചർച്ച ചെയ്ത വളരെ പ്രസക്തമായ ഭാഗങ്ങൾ. ഇനി നമുക്ക് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു തന്ന കാര്യങ്ങളിൽ സത്യവിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഏതാനും ചില സംഗതികൾ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആ കാര്യം കൂടി പഠിച്ചുകൊണ്ട് നമുക്ക് ഈ ആയത്തിന്റെ പഠനം അവസാനിപ്പിക്കാം. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.